Welcome to all. Calculation of interest on drawings on various cases. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. എന്താണ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ് ഡ്രോയിങ്സ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ്സുകാരൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ എമൗണ്ട്, ചിലപ്പോൾ ക്യാഷ് ആയിരിക്കാം, ചിലപ്പോൾ അസറ്റ് ആയിരിക്കാം, അതിനെ നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ. ഇപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് ക്യാഷോ ഗുഡ്സോ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യുന്നതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഡ്രോയിങ്സ് അനുസരിച്ച് നമുക്കവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇമ്പോസ് ചെയ്യും. അപ്പോൾ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുക. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആവറേജ് പീരിയഡ് എങ്ങനെ എടുക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഒന്നാമത്തേത് നമ്മൾ പറയുന്നത് വെൻ ഡേറ്റ് ഓഫ് ഡ്രോയിങ്സ് മെയ്ഡ് ഡ്യൂറിങ് ദി 12 months പീരിയഡ് ഈസ് നോട്ട് ഗിവൺ. എന്നാണ് വിഡ്രോ ചെയ്യുന്നത് എന്നുള്ള ആ ഡേറ്റ് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ആവറേജ് പീരിയഡ് എന്ന് പറയുന്നത് 6 months ആണ്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും വിഡ്രോ ചെയ്യുന്നു. 3 പോയിൻ്റാണ് അവിടെ വരുന്നത്. ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ അറ്റ് ദി ബിഗിനിങ് ഓഫ് എവറി മന്ത്, മിഡിൽ ഓഫ് ദി മന്ത്, എൻഡ് ഓഫ് ദി മന്ത്. അപ്പോൾ ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത് അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് ദി മന്ത് ആണെങ്കിൽ ആവറേജ് പീരീഡ് 6.5 months, അതായത് 6.5/12 എടുക്കണം. ഈ മിഡിൽ ഓഫ് എവറി മന്ത് ആണെങ്കിൽ ആവറേജ് പീരീഡ് എന്ന് പറഞ്ഞാൽ 6 months, അതായത് 6/12. ഇനി ലാസ്റ്റ് ഡേ ഓഫ് എവറി മന്ത് ആണെങ്കിൽ ആവറേജ് പീരീഡ് എന്ന് പറഞ്ഞാൽ 5.5 months. അപ്പോൾ നമ്മൾ 5.5/12 എന്ന് എടുക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് ക്വാർട്ടർലി ഡ്രോയിങ്സ് ആണെങ്കിൽ, ഇപ്പോൾ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ ആവറേജ് പീരീഡ് 7.5 months. ഇനി മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ 6 months ആണ്. ഇനി എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ 4.5 months. ഈ വേരിയസ് ഡേറ്റ്സ് ആർ ക്ലിയർലി സ്റ്റേറ്റഡ്. ഓരോ ഡ്രോയിങ്സിൻ്റെയും ഡേറ്റ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് പ്രോഡക്റ്റ് മെത്തേഡ്. അപ്പോൾ നമുക്കിത് ചെറിയ പ്രോബ്ലം ചെയ്യാനുണ്ടാവും, അതുപോലെ തന്നെ തിയറിയും ചോദിക്കും. സാധാരണ കേസിൽ നമുക്ക് ആ മന്ത്ലി വിഡ്രോ ചെയ്യുന്നതിൻ്റെ പ്രോബ്ലമാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുക, അതുപോലെ തന്നെ വേരിയസ് ഡേറ്റ്സിലുള്ള വിഡ്രോവൽസ്. അതേ സമയം തന്നെ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ അതുപോലെ തന്നെ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടറും നമുക്ക് 1 word ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അപ്പോൾ ഈ ഇത്രയും പോയിൻറ്റ്സാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആവറേജ് പീരിയഡിനെ പറ്റി നമുക്ക് നോട്ട് ചെയ്യാനായിട്ടുള്ളത്. ഇനി അതിൻ്റെ പ്രോബ്ലങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം.